ഓണത്തിൻ്റെ ഐതിഹ്യങ്ങൾ നിറഞ്ഞ തൃക്കാക്കര ക്ഷേത്രത്തിൽ വിപുലമായ ചടങ്ങുകളോടെ തിരുവോണ മഹോത്സവം നടക്കുകയാണ്. മഹാബലിയെ വരവേൽക്കലും ശീവേലിയും തിരുവോണ സദ്യയുമായി സമൃദ്ധിയോടെയാണ് ഇന്നത്തെ ആഘോഷങ്ങൾ. ഇപ്പോൾ തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നും കീർത്തി തയ്യാറായിട്ടുണ്ട്. കീർത്തി, ഗുഡ് മോർണിംഗ്. വിവിധ മേഖലകളിൽ ഇപ്പോൾ തൃക്കാക്കരയിലും അതുപോലെ തന്നെ ആറന്മുളയിലുമൊക്കെയും വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവോണം എന്നതിനപ്പുറത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ആചാരപ്പെരുമയുടെ ദിവസങ്ങൾ കൂടിയാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത്. തൃക്കാക്കര വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ദിവസമാണ്. എങ്ങനെ, രാവിലെ നല്ല തിരക്കുണ്ടല്ലേ? തീർച്ചയായും കാവ്യ, ആദ്യം തന്നെ ഹാപ്പി ഓണം കാവ്യ. ഈ ഓണം എന്ന് പറയുമ്പോൾ അതിൽ പേരുകേട്ട ക്ഷേത്രം, ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെയായി പേരുകേട്ട ക്ഷേത്രം എന്ന ആര് ചോദിച്ചാലും നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് തൃക്കാക്കര മഹാബലി ക്ഷേത്രം. അത്രയും അധികം ആചാരങ്ങളാണ്. ഈ തിരുവോണ ദിനം ഉത്സവം നടക്കുന്ന ഒരേയൊരു ക്ഷേത്രം കൂടിയാണ് ഈ മഹാബലി ക്ഷേത്രമായ ഈ തൃക്കാക്കര ക്ഷേത്രം. വാമനമൂർത്തിയും ഒപ്പം തന്നെ മഹാദേവൻ ആണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകനെ. വലിയ തരത്തിലുള്ള ആചാരങ്ങളൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഈ തിരുവോണ ദിനത്തിൽ തന്നെ ഉത്സവാഘോഷം നടക്കുന്ന ആനശിവേലിയും തിരുവോണ സദ്യയും ഒക്കെ നടക്കുന്ന അത്രയും ആചാരപ്പെരുമയുള്ള, നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ അത്രയും ആചാരപ്പെരുമയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ തൃക്കാക്കര മഹാബലി ക്ഷേത്രം. നിരവധി ചടങ്ങുകളാണ് ഈ തിരുവോണ ദിനമായ ഇന്ന് നടക്കുന്നത്. അത്തത്തിനാണ് ഇവിടെ കൂടികയറുന്നത്. ഇന്നാണ് അവസാന ദിവസം, ഉത്സവത്തിൻ്റെ അവസാന ദിവസം. ഇവിടെ പ്രധാനമായും മഹാബലി എതിരേൽപ്പ്, തിരുവോണ സദ്യ, ആറാട്ടിനെഴുന്നള്ളിപ്പ്, എതിരേൽപ്പ് എന്നിവയോടെ ആണ് ഇന്നത്തെ ഉത്സവം സമാപിക്കുന്നത്. 7:00-ഓടുകൂടി തന്നെ മഹാബലിയെ വാമനൻ സ്വീകരിക്കുന്ന, ആനയിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതാണ് ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ഈ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും വാമനമൂർത്തി, ഒരു കൊച്ചുകുട്ടിയായിരിക്കും ഈ വാമനമൂർത്തിയുടെ വേഷമൊക്കെ ഇട്ട് പൂജാരിയോടൊപ്പം മഹാബലിയെ ആനയിക്കുന്ന ചടങ്ങ് നടത്തുക. ഈ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് തൊട്ടടുത്തായാണ് ഈ രണ്ട് പ്രതിഷ്ഠയുമുള്ളത്. ഇവിടെ നിന്നും വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് മഹാബലിയെ ആനയിക്കുന്ന ചടങ്ങാണ് എതിരേൽപ്പെന്നാണ് ഇതിനെ പറയുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇന്നത്തെ ദിനത്തിൽ. ഇത് കൂടാതെ മറ്റ് നിരവധി ചടങ്ങുകളുണ്ട്. അതിനുശേഷം 7:30-ഓടുകൂടി തന്നെ ഇത് ആരംഭിക്കും. അതിനുശേഷം 8:30 ശ്രീബലിക്ക് 9 ആനകളെ, 9 ഗജവീരന്മാരെ എഴുന്നള്ളിക്കും. അതിനുശേഷം ഒരു ശിവേലിയുണ്ടാകും, ആനശിവേലി ഉണ്ടാകും, മേളമുണ്ടാകും. ചേരാനെല്ലൂർ ശങ്കരൻ കുട്ടന്മാരുടെ പ്രമാണത്തിൽ പഞ്ചാരി മേളമായിരിക്കും അരങ്ങേറുക. ഇപ്പോൾ നമുക്ക് വലിയൊരു തിരക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കാവ്യ. ഈ ഒരു സമയം, നേരം വെളുത്തിയൊരു സമയം വരെയായും വലിയൊരു തിരക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന് വരും നിമിഷങ്ങളിൽ തിരക്ക് ഇനിയും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. നമുക്കറിയാം, ഓണം എന്ന് പറയുമ്പോൾ ആളുകളെല്ലാവരും തന്നെ രാവിലെ എഴുന്നേറ്റ് ഓണക്കോടിയൊക്കെ ഉണ്ടെങ്കിൽ ഓണക്കോടിയൊക്കെ എടുത്ത് ക്ഷേത്രത്തിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് പ്രസിദ്ധ ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ട്. എന്നിട്ടും ഈ ഒരു ക്ഷേത്രത്തിൽ മുടങ്ങാതെ ഇവിടുത്തെ ആചാരങ്ങൾ കാണാൻ, ഇവിടുത്തെ ചടങ്ങുകൾ, പ്രധാനമായും തിരുവോണ സദ്യ, അതും ഇവിടുത്തെ പ്രസിദ്ധമായ തിരുവോണ സദ്യ ഉണ്ണാനൊക്കെയായി ആളുകൾ ഇവിടെ മുടങ്ങാതെ വരാറുണ്ട്. വർഷങ്ങളായി ഇവിടെ എത്തിച്ചേരാറുള്ള ആളുകളുണ്ട്. ആദ്യമായി ക്ഷേത്രത്തിൽ ഈ ഒരു തിരുവോണ ദിനത്തിൽ എത്തിച്ചേരുന്ന ആളുകളുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള ആചാരങ്ങളൊക്കെയുള്ള ഒരു ദിനമാണ് ഈ ഒരു തിരുവോണ ദിനം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവോണ ദിനത്തിൽ ഉത്സവം നടക്കുന്നൊരു ക്ഷേത്രം കൂടിയാണ് ഈ തൃക്കാക്കര മഹാബലി ക്ഷേത്രം. ക്ഷേത്ര ദർശനത്തിന് കയറുവാനുള്ളൊരു തിരക്കാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി ആളുകൾ, വലിയൊരു ക്യൂ തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിന് ചുറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു 6:30 ആ ഒരു സമയത്ത് ഇവിടെ എത്തിയപ്പോൾ തന്നെ തിരക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിലും തിരക്ക് കൂടിയൊരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ക്യൂ നിൽക്കുന്നവരോട്, ക്ഷേത്ര ദർശനത്തിനുള്ളവരോടൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ദർശനത്തിന് വേണ്ടി നിൽക്കുകയാണ്. അതെ അതെ. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറയാണ്. ഇവിടെ വരാറുണ്ടോ? ഈ തിരുവോണത്തിന് എല്ലാ പ്രാവശ്യം സദ്യക്ക് ഇവിടെ തന്നെയാണോ കഴിക്കുന്നത്? സദ്യ വീട്ടായിരുന്നു. ഇനിയും ആളുകളൊക്കെ ഇവിടെ ദർശനത്തിന് അയക്കി നിൽക്കുന്നുണ്ട്. അവർ സംസാരിക്കുമെന്നറിയില്ല. എല്ലാവരും ദർശനത്തിലും ക്യൂലും എല്ലാവരും ഓടിപ്പോവുകയാണ്. എന്താണ് ചേച്ചി പേരെന്താ? പേര് വിജയലക്ഷ്മി. എവിടെ നിന്നാണ് വരുന്നത്? തൃപ്പൂണിത്തുറ. അതെ അതെ. വരാറുണ്ടോ ഇവിടെ? സ്ഥിരം വരാറുണ്ട്. സദ്യയൊക്കെ ഇവിടെ നിന്ന് കഴിക്കാതെ വീട്ടിലാണ്? വീട്ടിലാണ്.
അങ്ങനെ ആളുകളൊക്കെ തിരക്കിലാണ്. നടക്കട്ടെ. അവർക്കൊക്കെ സംസാരിക്കാൻ നേരമില്ല. എല്ലാവർക്കും എങ്ങനെയെങ്കിലും ക്ഷേത്ര ദർശനത്തിനായി അകത്തേക്ക് കയറിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ് അത്രയും അധികം ആളുകൾ വർഷങ്ങളായി ഈ തൃക്കാക്കര ക്ഷേത്രത്തിൽ എത്തുന്നവർ. ഇപ്പോൾ ഇവർ പറയുന്നു വീട്ടിൽ നിന്നാണ് ുള്ളത്. എന്നാൽ നിരവധി ആളുകൾ ഈ തൃക്കാക്കര ക്ഷേത്രത്തിൽ ഓണസദ്യ കഴിക്കാനായി എത്തുന്നുണ്ട്. 25,000 പേർക്കാണ് ഇന്നത്തെ തിരുവോണസദ്യ ഒരുക്കിയിരിക്കുന്നത്. 18 വിഭവങ്ങളാണ് ഈ ഇവിടുത്തെ തൃക്കാക്കര ക്ഷേത്രത്തിലെ ഈ ഓണസദ്യയിൽ ഒരുക്കാറുള്ളത്. 1300 പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 10:30 കൂടി തന്നെ തിരുവോണ സദ്യ ആരംഭിക്കും. ഇവിടുത്തെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം തിരുവോണ സദ്യ ഒരുക്കും. കഴിഞ്ഞ വർഷം 20,000 പേർക്കാണ് തിരുവോണ സദ്യ ഒരുക്കിയിരുന്നത്. അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ നിന്നും ഈ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ നിന്നും സദ്യ കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി അവിടെ വീട്ടുകാരുമൊക്കെയായി സദ്യ കഴിക്കുന്നവരുണ്ട്. ഇപ്പം നേരത്തെ ഈ ചേച്ചിയൊക്കെ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് സദ്യ കഴിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ എന്തായാലും 25,000 പേർക്കോളം ഇവിടെ സദ്യ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉത്രാട ദിനത്തിൽ 1200 പേരാണ് ഇവിടെ നിന്നും ഉത്രാട ദിന സദ്യ കഴിച്ചത്. ഈ അത്തത്തിനാണ് ഇവിടെ കൊടി കയറുന്നത്. അത്തത്തിന് മുന്നേ ഉള്ള ദിവസം മുതൽ ഇവിടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഈ തൃക്കാക്കര ക്ഷേത്രത്തിൽ ഒരുക്കാറുണ്ട്. ഈ ക്ഷേത്ര പരിസരത്തുള്ളവർ അങ്ങനെ നിരവധി ആളുകൾ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. എല്ലാ ദിവസവും ഇവിടെ നിന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നവരുണ്ട്. കാവ്യ, ഓരോ നിമിഷവും ഇവിടെ തിരക്ക് കൂടി വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ നിരവധി ആചാരങ്ങൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങും. എതിരേൽപ്പ് ഈ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും വാമനമൂർത്തിയെ മഹാബലിയെ വാമനൻ വരവേൽക്കുന്ന ആനയിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണുള്ളത്. അങ്ങനെ അതൊക്കെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. കാവ്യ.